guys, welcome back to our channel. Hello dears. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു മിൽമയുടെ ഗീയുടെ ബോട്ടിലാണ്. ആദ്യം നമുക്കതിൻ്റെ കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ചൂടാക്കിയിട്ടൊന്ന് തള്ളി കൊടുത്താൽ അതങ്ങനെ ഉള്ളിലേക്ക് പ്രസ്സായി നിന്നോളും. കാരണം അവിടെ കുറച്ചൊരു വൈഡായിട്ടാണുള്ളത്. പക്ഷെ നമുക്കത് അങ്ങനെ വേണ്ട അവിടെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണേ. അപ്പം നമുക്കതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഏകദേശം ഇത്രയും ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഞാനിതിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ലേ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം.
നമ്മൾ ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം ഇതിനുള്ളിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വൈറ്റ് സിമെൻറ്റോ അല്ല ചില പ്ലാസ്റ്റർ ഓഫ് പാരീസോ എന്തെങ്കിലും ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിനുള്ളിൽ ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു മൂടി ഉണ്ടാക്കണം. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മൂടി വേണം. അതിനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കേണ്ട കേട്ടോ, നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലേ അവിടെ വെച്ച് കൊടുത്താൽ മതി. അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ എടുക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് അടച്ച് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അത് അടഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി പെയിൻറ്റും കൂടെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കണേ. ഒരു ബ്ലാക്കും കോപ്പറും അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ തന്നെ കൊടുക്കാം. എന്തായാലും ഞാനിപ്പോൾ ഇതിനൊന്ന് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ടോപ്പ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ചന്ദനത്തിരി വെച്ചാൽ നമ്മൾ ചന്ദനത്തിരിൻ്റെ സ്റ്റിക്കല്ല കേട്ടോ, അതിൻ്റെ ഷോർട്ടായിട്ടുള്ള കോൺ ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കത്തിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ ടോപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ വായിൽ കൂടെയാണ് ആ പുക വരുന്നത്, ബാക്കിലൂടെ ഒന്നും വരുന്നില്ല. അത് ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഇതിങ്ങനെ കാണാനൊക്കെ ഒരു രസമുണ്ട്. നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.